കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി RSSുമായി താരതമ്യം ചെയ്തുകൊണ്ടൊരു വിമർശനം നടത്തിയിട്ടുണ്ട് CPI. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പ്രത്യയശാസ്ത്രപരമായിട്ട് അദ്ദേഹം RSSനെയും എതിർക്കും, CPIഎമ്മിനെയും എതിർക്കുമെന്നാണ്. അപ്പോൾ RSSനെയും CPIഎമ്മിനെയും എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു തരത്തിലും ഒരുമിച്ച് പറയാൻ പാടില്ലാത്ത ഈ രണ്ട് സംഘടനകളെ അത്തരത്തിൽ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം CPIഎം ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് വിമർശനങ്ങളുണ്ടാകുമ്പോൾ അത് പറയേണ്ട സമയത്ത് പറയും. ഓരോന്നും പറയേണ്ട സമയത്താണ് പറയേണ്ടത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് CPIഎമ്മിന് വലിയ വിമർശനമുണ്ട്. അത് സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ ഊന്നുക ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ ജനവിരുദ്ധതയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പറയാം, നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ഇതേ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് പിന്തുടരുന്നത്. അതൊരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഊന്നേണ്ടത് ഇപ്പോഴത്തെ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ CPIഎമ്മിനെയും RSSനെയും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇത്തരത്തിൽ വിമർശിച്ചത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ സംസാരിക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹവും കോൺഗ്രസും ഒക്കെ ആലോചിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം RSSൻ്റെ വളർച്ചയ്ക്കെതിരായിട്ട് കേരളത്തിൽ ജീവൻ കൊടുത്തും പൊരുതിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം CPIഎമ്മാണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് പിടിച്ച് അത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തേണ്ടിയിരുന്നില്ല എന്ന ഒരു പ്രതികരണം മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നാളെ ചേരാനിരിക്കെ ഇത്തരത്തിലൊരു പ്രസ്താവന ഒരു കൂട്ടായ്മയെ ബാധിക്കുന്നില്ല. സഖ്യത്തിന്റെ അവസ്ഥ എന്താ? CPIയും ഇന്ന് ഈ സഖ്യത്തിൽ വലിയ ഏകോപനമില്ലായ്മയുണ്ട് എന്നുള്ള ഒരു വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഒന്ന്, പിന്നെ എപ്പോൾ ഏത് തരത്തിൽ പ്രതികരിക്കണം, എപ്പോൾ ആരെ വിമർശിക്കണം എന്നെല്ലാം ഉള്ളത് ഓരോ പാർട്ടിയുടെയും അവകാശമാണ്. അത് അനുചിതമായ സമയത്താണ് ചെയ്തത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇന്ത്യ വേദി എന്ന് പറയുന്നത് ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ത്യ വേദി എന്നുള്ള നിലയിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. അത് പിന്നെ നാളെ പങ്കെടുക്കാൻ എത്തിച്ചേരേണ്ട പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ ഡൽഹിയിലേക്ക് എത്താൻ പിന്നെ പ്രയാസമുണ്ടെന്നുള്ളത് കൊണ്ട് ഓൺലൈനായിട്ടായിരിക്കും നാളെ ആശയവിനിമയം നടക്കുക. അതിനുശേഷം നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള യോഗം നടത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും നാളെ വൈകുന്നേരം ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്.